ഈ വീഡിയോയിൽ നമ്മൾ ഫിസിക്സ് ചാപ്റ്റർ 2 കുറച്ച് ഡിഫിക്കൽട്ട് മോഡൽ ഓഫ് ക്വസ്റ്റ്യൻസിന് പഠിക്കാൻ പോകുന്നത്. ഇതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ റിലേഷൻഷിപ്പ് ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ആണെങ്കിൽ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്താണെന്ന് അറിയണം. നമ്മുടെ റൈറ്റ് ഹാൻഡ് കൊണ്ട് ഇതൊരു കണ്ടക്ടറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടക്ടറിന് നമ്മളിങ്ങനെ എൻസർക്കിൾ ചെയ്ത് പിടിക്കുകയാണ്. അപ്പോൾ ഈ തമ്പ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡയറക്ഷൻ ഓഫ് കറണ്ടിനെയും ബാക്കി നാല് പേരിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ അതിൻ്റെ ആ ഡയറക്ഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡിനെയുമാണ്. ഇതാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പറയുന്നത്. പക്ഷേ ഇവിടെ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. അപ്പോൾ ഇവിടെ വേറെ ഒന്നും നമുക്ക് ആലോചിക്കാനില്ല. തമ്പായതുകൊണ്ട് ഇവിടെയും തമ്പ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളിലെ തമ്പ് എന്തിനെ റെപ്രസെൻ്റ് ചെയ്യണേ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഇവിടെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളിൽ തമ്പ് എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു? ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് കണ്ടക്ടർ, അതായത് കണ്ടക്ടറിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് കണ്ടക്ടർ ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഈ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളിലെ തമ്പ്. അത് പഠിച്ചിരിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. എ കണ്ടക്ടർ ഹീസ് ഹങ് ഫ്രീലി ഇൻ ബിറ്റ്വീൻ ദ പോൾസ് ഓഫ് എ യു ഷേപ്ഡ് മാഗ്നറ്റ്. ഇവിടുത്തെ പിക്ചർ കാണുമ്പോൾ തന്നെ അറിയാം, ഒരു യു ഷേപ്ഡ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിൻ്റെ ഉള്ളിൽ ഒരു കണ്ടക്ടറിനെ ഫ്രീ ആയിട്ട് വെച്ചേക്കണു. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് ടു ദ കണ്ടക്ടർ വെൻ ഇലക്ട്രിസിറ്റി ഈസ് പാസ്ഡ് ത്രൂ ഇറ്റ്. ഇതിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഈ കണ്ടക്ടറിന് എന്ത് സംഭവിക്കുമെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. കണ്ടക്ടറിന് എന്ത് സംഭവിക്കും? കണ്ടക്ടർ മൂവ് ചെയ്യും. കണ്ടക്ടറിൻ്റെ ഒരു മൂവ്മെൻറ്റ് അവിടെ ഉണ്ടായിരിക്കും ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ. ഇതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്, എക്സ്പ്ലെയിൻ ദ റീസൺ ബിഹൈൻഡ് ദിസ്. അതായത് യു ഷേപ്ഡ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിൻ്റെ ഉള്ളിൽ കണ്ടക്ടർ വെക്കുമ്പോൾ അതിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പാസ് ചെയ്യുമ്പോൾ കണ്ടക്ടറിന് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്നു. അതിന് കാരണം എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് നമുക്കറിയാം ഈ കണ്ടക്ടർ ഇരിക്കുന്നത് ഏത് ഫീൽഡിലാണ്? ഒരു യു ഷേപ്ഡ് മാഗ്നറ്റിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അത് മാഗ്നറ്റിക് ഫീൽഡിലാണ് അത് ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരു കണ്ടക്ടറിൽ കറണ്ട് പാസ് ചെയ്യുമ്പോൾ, അതായത് അത് കൂടെ കറണ്ട് കടത്തി വിടുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? ഈ കണ്ടക്ടറിന് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു. ആ ഫോഴ്സ് മുഖാന്തരമാണ് ഈ കണ്ടക്ടറിന് മൂവ്മെൻറ്റ് സംഭവിക്കുന്നത്. ഒന്നുകൂടിയും പറയാം, ഈ കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ അതിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുകയാണെങ്കിൽ ഈ കണ്ടക്ടറിൽ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ ഫോഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് കണ്ടക്ടറിന് മൂവ്മെൻറ്റ് സംഭവിക്കുന്നത്. ഇതിൽ സി ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ലോ ഹെൽപ്സ് യു ടു എക്സ്പ്ലെയിൻ ദിസ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ലോ ഏതാണ്, അല്ലെങ്കിൽ ഇതുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന ലോ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലെമിങ്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. ഫ്ലെമിങ്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളൊക്കെ നന്നായി പഠിച്ചതിന് ശേഷം നമുക്കിതൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് ലോ ആയിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഇവിടെ വളരെയധികം കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഒരു തരം ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വരുന്നത്. ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് അറ്റ് വൺ എൻഡ് ഓഫ് എ സോളിനോയിഡ് ഈസ് ഗിവൺ. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് റൈറ്റ് ദ പോളാരിറ്റി. ഇവിടെ നമുക്കൊരു സോളിനോയിഡ് തന്നിട്ടുണ്ട്, അതിലൂടെ ഒഴുകുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ തന്നിട്ടുണ്ട്. കറണ്ടിൻ്റെ ഡയറക്ഷൻ നോക്കിയിട്ടാണ് ഇവിടെ പോളാരിറ്റി തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ കൂടി ഒറ്റ കാര്യം നോക്കേണ്ടത് കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്. ഇവിടെ നോക്കിയേ, കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇതിങ്ങനെ വന്നേക്കുന്നത് അല്ലേ. ഈ ഒരു ഷേപ്പിലാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ വന്നിരിക്കുന്നത്. ഈ ഒരു ഷേപ്പിൽ കൂടെ നമുക്കറിയാം ക്ലോക്ക് വൈസ് ആണ്. ക്ലോക്കിൽ സൂചി മൂവ് ചെയ്യുന്ന അതേ ഒരു പൊസിഷനിലാണ് ഇവിടെയും കൊടുത്തേക്കുന്നത്. അങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് ഒഴുകുന്നതെങ്കിൽ അവിടെ ഏത് തരം പോളായിരിക്കും? സൗത്ത് പോളായിരിക്കും വരാം. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടാ. ക്ലോക്ക് മൂവ് ചെയ്യുന്ന പോലെയാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ പോകണമെങ്കിൽ അവിടെ എന്ത് വരും? സൗത്ത് പോൾ ആയിരിക്കും വരാം. ഇനി നേരെ തിരിച്ച് ഈ പിക്ചർ ഇപ്പം ഇങ്ങനെ തന്നെയെന്ന് വിചാരിക്കും. നേരെ റിവേഴ്സ് തന്നാണെങ്കിൽ അത് ആൻറ്റി ക്ലോക്ക് വൈസ് എന്നാണ് പറയാം. ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് നോർത്ത് പോൾ ആയിരിക്കും. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇപ്പം ഇങ്ങനത്തെ ഫിഗറൊക്കെ തന്നിട്ട് നമുക്കത് മനസ്സിലായില്ലെങ്കിൽ കൂടി കറണ്ടിൻ്റെ ഡയറക്ഷൻ ഏത് ലെവലിലാണെന്ന് നോക്കുക. ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ നോക്കുക. ക്ലോക്ക് വൈസ് ആണെങ്കിൽ സൗത്ത് പോളും ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നോർത്ത് പോളും ആയിരിക്കും. ഇതൊരു ഡിഫിക്കൽട്ട് മോഡൽ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഈ ഒരു ഫിഗറിൽ ഇതാണ് കോപ്പർ റോഡായിട്ട് വരുന്നത്. ഈ കോപ്പർ റോഡിനെയാണ് ഇവിടെ കണ്ടക്ടർ എന്ന് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ കോപ്പർ റോഡിനെ ഹൊറിസോണ്ടലി 2 തിൻ കോപ്പർ വയർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇതിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇത് കോപ്പർ റോഡ് ഇരിക്കുന്നത്
ഒരു യു ഷേപ്പ്ഡ് മാഗ്നറ്റിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇത്രയും കാര്യമാണ് ഈ ഫിഗറിൽ നിന്ന് വരുന്നത്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് സ്വിച്ച് ഓൺ സർക്യൂട്ട് വാട്ട് ഡു യു ഒബ്സർവ്. ഈ സർക്യൂട്ട് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ഇവിടുത്തെ ഒബ്സർവേഷൻ? നമുക്കറിയാം ഈ കണ്ടക്ടർ അല്ലെങ്കിൽ ഈ കോപ്പർ റോഡ് ഓൾറെഡി മാഗ്നറ്റിക് ഫീൽഡിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറണ്ട് അതിലൂടെ പാസ്സായി എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ കറണ്ട് അതിലൂടെ ഫ്ലോ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ കണ്ടക്ടറിന് എന്ത് സംഭവിക്കും? നമ്മൾ എല്ലാ ക്വസ്റ്റ്യനിലും പഠിക്കുന്നത് പോലെ ദ കണ്ടക്ടർ മൂവ്സ്. കണ്ടക്ടറിന് അവിടെ മൂവ്മെൻറ്റ് സംഭവിക്കും. എല്ലാ ക്വസ്റ്റ്യനിലും ഇങ്ങനെയാണ് വരുന്നത്. ഒരു കണ്ടക്ടർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്തു, അല്ലെങ്കിൽ ഒരു യു ഷേപ്പ്ഡ് മാഗ്നറ്റിൻ്റെ ഉള്ളിൽ വെച്ചു, സർക്യൂട്ട് സ്വിച്ച് ഓൺ ചെയ്തു, അല്ലെങ്കിൽ കറണ്ട് അതിലൂടെ പാസ് ചെയ്ത് കൊടുത്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടക്ടറിന് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പറയേണ്ടത് ദ കണ്ടക്ടർ മൂവ്സ്. ഇനി ഇതിൽ ബി ക്വസ്റ്റ്യൻ നോക്കിയേ. നൗ റിപ്പീറ്റിംഗ് ദിസ് ബൈ ചേഞ്ചിങ് ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട്. നമുക്കറിയാം കറണ്ട് ഇതിലൂടെ ഒഴുകുമ്പോൾ കണ്ടക്ടർ മൂവ് ചെയ്യും. ഇനി ഇവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് കറണ്ടിൻ്റെ ഡയറക്ഷൻ ഒന്ന് ചേഞ്ച് ചെയ്യാം. അപ്പോൾ അവിടെ കണ്ടക്ടറിന് എന്ത് സംഭവിക്കും? കണ്ടക്ടർ അവിടെ മൂവ് ചെയ്യും, പക്ഷെ നേരത്തെ മൂവ് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഇവിടെ കറണ്ട് റിവേഴ്സ് ചെയ്യുമ്പോൾ കണ്ടക്ടർ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? ദ കണ്ടക്ടർ മൂവ്സ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. കറണ്ട് റിവേഴ്സ് ചെയ്യുമ്പോൾ കണ്ടക്ടർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുക. ഇതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. വാട്ട് ആർ ദ കൺക്ലൂഷൻസ്? നമ്മളിങ്ങനത്തെ ഒരുപാട് എക്സ്പീരിമെൻറ്റ്സ് അല്ലെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യുമ്പോൾ ഒരു കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഉള്ളിലിരിക്കുന്നു, കറണ്ട് അതിലൂടെ പാസ് ചെയ്യുമ്പോൾ കണ്ടക്ടറിന് മൂവ്മെൻറ്റ് സംഭവിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ കണ്ടക്ടർ ഓൾറെഡി ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിലാണ്. കറണ്ട് അതിലൂടെ ഒഴുകുമ്പോൾ ഈ കണ്ടക്ടറിൽ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഭാഗമായിട്ടാണ് ഈ കണ്ടക്ടറിന് മൂവ്മെൻറ്റ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ കൺക്ലൂഷനിൽ പറയാം? ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഇൻ ദ കണ്ടക്ടർ. ആ കണ്ടക്ടറിലുള്ള ആ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ രണ്ട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്തൊക്കെയാണ്? ഡയറക്ഷൻ ഓഫ് കറണ്ടിനെയും ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡിനെയും. അപ്പോൾ the direction of force in the conductor depend upon the direction of current and direction of magnetic field. രണ്ട് കാര്യങ്ങളെ അവിടെ വരുന്നുള്ളൂ. ആ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഈ രണ്ട് കാര്യങ്ങളിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണെന്ന് നമുക്ക് അവിടെ പ്രൂവ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.